എന്താണ് ഭീകരത, എന്താണ് ആക്രമണം, എന്താണ് തെറ്റ്, എന്താണ് ക്രിമിനലിസം, ഇതേക്കുറിച്ചുള്ള നമ്മുടെ മാധ്യമ സമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, നമ്മുടെ ലീഗൽ ഫ്രറ്റേണിറ്റിയുടെ അവരുടെ അടിസ്ഥാന ഭാവന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച ഒരു എന്താ പറയുക ഒരു കേസ് സ്റ്റഡിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. ഈ കളമശ്ശേരി സ്ഫോടനം അല്ലെങ്കിൽ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2023 ഒക്ടോബർ 29 ഇതുണ്ടാകുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്. 8 ആളുകൾ കൊല്ലപ്പെടുന്നു, 50 ആളുകൾ പരിക്ക് കിട്ടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ 1-ാം വാർഷികം 2024 ഒക്ടോബർ 29 അതിൻ്റെ 1-ാം വാർഷികം നടക്കുന്നതിൻ്റെ തലേ ദിവസം 2024 ഒക്ടോബർ 28 ആ കേസിലെ UAPA പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അതെന്തായിരിക്കും? 8 മനുഷ്യർ കൊല്ലപ്പെട്ട 50-ലേറെ ആളുകൾക്ക് പരിക്ക് പറ്റിയ ഒരു സ്ഫോടനം, കേരള ചരിത്രത്തിൽ ഏറ്റവും മാരകവും ഭീകരവുമായിട്ടുള്ള ഒരു ആക്രമണം. അതിലൊരു പ്രതിയേ ഉള്ളൂ എന്നുള്ള തമാശ വേറെ കിടക്കുന്നുണ്ട്. അതിലെ പ്രതിക്കെതിരെ ചുമത്തിയ UAPA അതിൻ്റെ വാർഷികത്തിൻ്റെ തലേന്ന് പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ. ഇതെവിടെയാണെന്ന് ഓർക്കുന്നത്? കളമശ്ശേരി. ഈ കളമശ്ശേരിക്ക് വേറൊരു ചരിത്രമുണ്ട്. 2005 സെപ്റ്റംബറിൽ അവിടെ ഒരു ബസ് കത്തിയിരുന്നു, തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്. ആ ബസ് കത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ, അവർ PDP പ്രവർത്തകരാണ്. ആ ബസ് തടഞ്ഞു നിർത്തുന്നു. അതിലെ അത് ബസ് റോട്ടിൽ നിന്ന് ഉള്ളോട്ടേക്ക് കൊണ്ടുപോകുന്നു, വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. യാത്രക്കാരെയും ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ ഇറക്കുന്നു. എന്നതിന് ശേഷം തീ വെച്ചു. അത് ക്രിമിനൽ പ്രവർത്തനമാണെന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും ക്രിമിനൽ പ്രവർത്തനമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു രോമത്തിന് പോലും പൊള്ളലേറ്റിട്ടില്ല. ആ കേസിൽ 16 പ്രതികളുണ്ട്. 16 ആളുകൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. എന്താണ് UAPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരപ്രവർത്തന വിരുദ്ധ നിയമം. എന്താണ് ഭീകരത, എന്താണ് ആക്രമണം, എന്താണ് തെറ്റ്, എന്താണ് ക്രിമിനലിസം, ഇതേക്കുറിച്ചുള്ള നമ്മുടെ മാധ്യമ സമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, നമ്മുടെ ലീഗൽ ഫ്രറ്റേണിറ്റിയുടെ അവരുടെ അടിസ്ഥാന ഭാവന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച ഒരു എന്താ പറയുക ഒരു കേസ് സ്റ്റഡിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്.